ഇന്ന് കർക്കിടക മാസം 3-ാം തീയതി. ഇന്നലെ ശ്രീരാമ അവതാരമാണ് നമ്മൾ പാരായണം ചെയ്ത് അനുസ്മരിച്ചത്. ഭരത, ശത്രുഘ്ന, ലക്ഷ്മണന്മാരോടുകൂടി ശ്രീരാമൻ വൈഷ്ണവരൂപം കാണിച്ചുകൊണ്ട് കൗസല്യയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട അവസ്ഥയിൽ കൗസല്യാദേവി ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടുള്ള രംഗം. സ്തുതി കേട്ട് സന്തോഷവാനായ ഭഗവാൻ ബാലരൂപം പൂണ്ടു. പിന്നീട് ആ കുമാരന്മാരുടെ ശാസ്ത്രാഭ്യാസം, ആയുധാഭ്യാസം എല്ലാം വളരെ സന്തോഷത്തോടുകൂടി നിർവഹിച്ച ദശരഥൻ വിശ്വാമിത്രൻ്റെ അപേക്ഷ അനുസരിച്ച് അവരെ യാഗരക്ഷയ്ക്ക് വേണ്ടി വിശ്വാമിത്രൻ്റെ കൂടെ പറഞ്ഞയക്കുന്നതായിട്ടുള്ള രംഗം. പോകുന്ന വഴിയിൽ ദാഹവും വിശപ്പും തീർക്കുന്നതിന് വേണ്ടിയിട്ട് വിശ്വാമിത്രൻ ബല, അതിബല എന്ന രണ്ട് മന്ത്രങ്ങൾ ഉപദേശിക്കുന്നതായിട്ടുള്ള രംഗമൊക്കെ വർണ്ണിച്ച് സിദ്ധാശ്രമത്തിലേക്ക് എത്തിച്ചേർന്ന് യാഗരക്ഷ ചെയ്ത് വിശ്വാമിത്രനോടുകൂടി രാമലക്ഷ്മണന്മാർ മിഥിലാപുരിക്ക് പോകുന്നതായിട്ടുള്ള രംഗം. പോകുന്ന വഴിയിൽ പാദസ്പർശം കൊണ്ട് അഹല്യയ്ക്ക് മുക്തി കൊടുത്തതായിട്ടുള്ള രംഗമൊക്കെ വർണ്ണിച്ച് മിഥിലാപുരിയിലെത്തി. അവിടെ ജനകൻ എതിരില്ലാത്ത സന്തോഷത്തോടുകൂടി അവരെ സ്വീകരിച്ചു. ആരാണിവർ? മഹാന്മാരായ ദിവ്യന്മാരായ 2 കുമാരന്മാരോടുകൂടി വന്നിട്ടുള്ള അങ്ങയ്ക്ക് നമസ്കാരം, ഇവരാരാണെന്ന് ചൊല്ലണം എന്ന് പറയുമ്പോൾ ഇവരെക്കുറിച്ച് പറഞ്ഞ് ആ വൈഷ്ണവ ചാപം കാണിച്ചു കൊടുക്കണമെന്നും അത് കുലയ്ക്കാൻ അനുവദിക്കണമെന്നും പറഞ്ഞപ്പോൾ തനിക്ക് തൻ്റെ പുത്രിമാരെ വിവാഹം കഴിച്ചു കൊടുക്കുകയും കൂടി ചെയ്യാനുള്ള ഭാഗ്യവും കൂടി അതുമൂലം ഉണ്ടാവണമെന്ന് വിശ്വാമിത്രനോട് അപേക്ഷിക്കുന്നതായിട്ടുള്ള രംഗവും ആ സീതാ സ്വയംവരമൊക്കെയാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. രാമ 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 രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടയാകം രക്ഷിച്ചിടുവാനിവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോന്നിടിനേനിതുകാലം. കാകടംബുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെയൊരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമവും ബുക്കു യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീപാദാംബുജരജസ്പൃഷ്ടി കൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ. പാരമേശ്വരമായ ചാപത്തെ കാൺമാനുള്ളിൽ
പാരമാഗ്രഹമുണ്ടു നീയതു കാട്ടിയിടേണം. ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു. നീ വരുത്തേണമീശ്വരനുടെ ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാനന്നേരം ജനകനും കൗശികനോടു ചൊന്നാൻ. രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവവിലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമനന്ദനയ്ക്കെന്നു നൂനം. എല്ലാം ഈശ്വരനെന്നേ ചൊല്ലാവതനിക്കിപ്പോൾ വില്ലിക വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചിതു മഹീന്ദ്രനും ഹുങ്കാരത്തോടു വന്നു ചാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തുകൊണ്ടുവന്നാർ. ഖണ്ഡാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയംബകമെന്നിതു മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദമുൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട, കല്യാണമിതു മൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസം പൂണ്ടു രാഘവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളുമൊന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്രവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗളസ്തുതികളും. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സ്തുതിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഠാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ.